എൻ്റെ ആൾക്കാർ മിയോനെ കുരങ്ങു, ഒരു കുരങ്ങൻ്റെ മുഖത്ത് നോക്കി കുരങ്ങാന്ന് വിളിക്കണമെന്ന് എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. ചിറങ്ങി നോക്കാം, കല്ല് പറക്കറിയോ. ചക്കരേ എൻ്റെ കൂടെ വീട്ടിൽ വരുന്നോടാ. ആ എന്താ നോട്ടം മിയോനെ, ഞാനൊരു പാവാടാ. ഈശ്വര വടി എടുക്കുന്ന എന്നെ അടിക്കാനാണോ? കുരങ്ങുവേ ജാക്കി കുരങ്ങനെ കാണുമ്പോൾ എന്തോ പറയും. അയ്യോ കുരങ്ങൻ്റെ നടി മേടിച്ച നാണക്കാടാ. ടീച്ചർ കുരങ്ങൻ്റെ നടി മേടിച്ചെന്ന് പറയും. ഹായ് മോനെ ഒളിച്ചേ. ആഹാ ഒരു കുഞ്ഞീർക്കൻ. അടാ നിന്റെ മോനെ എനിക്ക് തരാടാ. ചെറഞ്ഞു നോക്കുന്നു. എൻ്റെ ഫോൺ എന്നെ പിടിച്ച് പിടിച്ചോണ്ട് പോവും. ടാറ്റാ. അണ്ണാണി വിളിക്കുന്നു, പോവാ. വീഡിയോ നിർത്താൻ സമ്മതിക്കത്തില്ലെന്ന്. മൊത്തം പുതിയ കാര്യങ്ങളാണ്. എനിക്ക് വേറൊരു സാധനം കാണിച്ചു തരട്ടെ. ഞാൻ നടന്നൊരിത്തിരി അങ്ങോട്ട് ചെല്ലുമ്പോൾ ഇഞ്ച എന്ന് പറഞ്ഞൊരു സാധനം. ഇഞ്ച നമ്മൾ ദേഹത്ത് തേച്ച് കുളിക്കത്തില്ലേ, ഇഞ്ച. അത് മരത്തിൽ നിന്ന് ചെത്തിയെടുത്ത് ഫ്രഷ് ഉണ്ടാക്കിയെടുക്കുന്നതാണോ ഇഞ്ച. എന്താ സുഖമെന്ന് അറിയാം. അതെടുത്ത് കുളിച്ചാൽ തേച്ചരച്ച് കുളിക്കുന്നവർക്കൊക്കെ നല്ലതാണ്. അണ്ണാണിക്ക് വേണോ? അണ്ണാണി വീട്ടിൽ വലിയ കഴിഞ്ഞ തവണ വന്നപ്പം അമ്മു അണ്ണാണി കൂടെ വന്നപ്പോൾ അവർ കുറേ കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു. വലിയൊരു പീസ് ഇഞ്ച വീട്ടിൽ ഇരിപ്പുണ്ട് നീളത്തിൽ. ഇഞ്ച വേണ്ടവർ നമ്മളെ അറിയിക്കുക, എത്തിച്ചു തരാം. അത് ഈ ഇഞ്ച നല്ല ഫ്രഷ് ഇഞ്ച തേച്ച് കുളിച്ചാൽ ഉണ്ടല്ലോ ഒരുമാതിരി സ്കിന്നിലുള്ള പ്രശ്നങ്ങളൊക്കെ മാറിക്കിട്ടും. ഈ ചെറിയ കുരുക്കളൊക്കെ പോലെ വരത്തില്ലേ, അതെല്ലാം പോവും. ഒരു നാച്ചുറൽ റെമഡിയാണത്. അവിടെ ചെന്നിട്ട് കാണിക്കാവേ, അല്ലേ വീഡിയോയ്ക്ക് നീളം കൂടിപ്പോയി. എന്തൊക്കെ സംഭവം നിൽക്കുക വെള്ളം ഇത്. പക്ഷേ കുപ്പിയൊന്നും ഞാനിവിടെ കളയത്തില്ല കേട്ടോ. ഞാൻ എന്താ പറയുന്നത്, പ്രകൃതിയെ സ്നേഹിക്കുന്ന ആളാണ്. ഒരിക്കലും പ്ലാസ്റ്റിക്കോ അതൊന്നും പറമ്പിലെടുത്ത് നമ്മൾ ആരും ഇടാൻ പാടില്ല. ആ ചേട്ടനുണ്ട്. ഇതാണ് ഇഞ്ച. ചെത്തിയെടുത്തേക്കുന്നുണ്ടോ അതിൻ്റെ തൊലി. ഇതതിൻ്റെ തടി അതിൽ ചെത്തിയെടുക്കുന്നു. ഇതിങ്ങനെ നീളത്തിലും കൊടുക്കുവാണോ ചേട്ടാ? ഇതെങ്ങനെയുണ്ട് വില? ഈ ഒരു ഫുൾ പീസ് അല്ലേ? ഇത്ര ഇഞ്ച ഇങ്ങനെ എടുക്കുന്നതിന് 150 രൂപ കേട്ടോ. തണ്ണിത്തോട് വഴി വരുന്നവർ വാങ്ങിച്ചാൽ മതി. ഇതുകൊണ്ട് അതൊക്കെ ചെത്തിയെടുത്ത് എൻ്റെ തടി കിടക്കുന്നുണ്ടോ. ചേട്ടൻ്റെ പേരെന്തുവാ? ശശി. ആ പോട്ടെ ചേട്ടാ. ശരി. ആ ഭക്ഷണമൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടല്ലോ അല്ലേ?
വന്നപ്പോഴത്തേക്ക് ഏതായാലും അടയ്ക്കാറായിട്ടുണ്ട്. കിട്ടുന്നിടത്തോളം വീഡിയോ എടുക്കാമേ. ഇതാ ടിക്കറ്റ് കൗണ്ടറാണ്. നല്ല പെരുമഴയാട്ടോ വരുന്നേ. ഓ ഇതുവഴിയാണ് നീ അപ്പുറം എന്തോ അപ്പോൾ വനശ്രീ എക്കോ ഷോപ്പ്. അയ്യോ ഇത് ആദ്യം കാണിച്ചാലോ? അത് പിന്നെ കാണിച്ചാൽ മതി അല്ലേ? ഇത് അടയ്ക്കുന്നതിന് സമയമുണ്ടോ? മഹാഗണി ഉണ്ടോ? മഹാഗണി. ആഹാ ആന എന്തിയേ? മഴയ്ക്ക് മുന്നേ ഉള്ള ആനയെ കാണിക്കാം. ഇതാണ് ആനക്കൂട്. ആനയെ ചട്ടം പഠിപ്പിക്കുന്ന സ്ഥലം. മറ്റേ തളിയാനെ പനിനീര. ഇവിടെ വെച്ചാണ് നമ്മൾ പറയുന്നത് എടത്താനെ വലത്താനെ തളിയാനെ പനിനീര്. അതിവിടെയാണ്. അയ്യോ ഊഞ്ഞാല് നമ്മളെ കയറ്റുമായിരിക്കും. തിരിച്ചു വരുമ്പോൾ കയറാം. ഞാൻ കയറും. നമ്മുടെ മലപ്പുറത്തെ കക്ഷി ഇവിടെ എവിടെ ഉണ്ട് കേട്ടോ. ഇവിടെ വരാൻ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നേ. നമ്മുടെ മലപ്പുറത്തു നിന്ന് വന്ന കക്ഷിയില്ലേ ബിനോയ്, പുള്ളി ഇവിടെ വന്ന് നിൽക്കാൻ പറഞ്ഞായിരുന്നു. നമ്മൾ ബൈക്കിനാണ് വന്നത്, രണ്ടുപേരുടെ. ആൾ ബസ്സിന് വന്നു. ഇവിടെ കയറി ആനയുമായിട്ടൊക്കെ കണ്ട് പരിചയമൊക്കെ പുതുക്കി നിൽക്കാൻ പറഞ്ഞായിരുന്നു. ആനയെ കണ്ടു കാണിച്ചു തരട്ടെ. ആദ്യത്തെ ആന ഇതാ. ആനയുണ്ട്, കുട്ടിയാനയുണ്ട്. ഹൈ, ഈ ആനയുടെ തലയിൽ എന്താ ഇങ്ങനൊരു സാധനം ഇരിക്കുന്നത്? കിരീടവും. ഓ ചെവിയായിരുന്നു. അപ്പം ആ ആനയെ കാണിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാമേ. ആന ഒഴികെല്ലാം ഉണ്ട് കേട്ടോ. സ്ഥലമൊക്കെ സൂപ്പറാണ്. ഇതിനകത്തോട്ട് ഇപ്പം നമ്മൾ കയറുന്നേ. അശോകവനം കണ്ടോ? ഈ എന്തിനാ എണ്ണ കാച്ചാനും കണ്ട് നല്ലല്ലോ. വായിച്ചോ കഥ കേട്ടോ? കഥ ഇത് മൊത്തം അശോകത്തെറ്റിയാണ്. അശോകത്തെറ്റി ഈയിടെ കുറേ തേടി നടന്നായിരുന്നത്. ചുമന്നാനയുണ്ട്, ചുമന്നാനയെ. ഓ ഈ ഫോണിൽ വീഡിയോ എടുത്ത് ഞാൻ മടുത്തു. ഞാൻ ആനേ നീ കൊള്ളാം, നീ സുന്ദരനാണ്. എന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടു. ആനപ്പടങ്ങൾ. ഇതൊക്കെ പോസ്റ്റ് ചെയ്ത് വായിച്ചോണേ. ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഉണ്ടോ? ബബുലു ആണ്, ബബുലു ആണ്. നമ്മൾ പുറത്ത് വേണ്ട ബബുലു. അയ്യോ ആനമോൻ. ഈ പടം ഞാൻ കണ്ടിട്ടുണ്ട്. എൻ്റെ നിഴൽ.
ഇത് കൊള്ളാം. നമ്മളെ കുഞ്ഞുവാനെ കണ്ട്, കുഞ്ഞുവാവെ കണ്ട്, കൊച്ചോയ്ക്കെ കണ്ട്. ഇവൻ വന്നപ്പോഴും ഇപ്പോഴും അത്രേ ഉള്ളോ? എനിക്കൊരു വളർച്ചയൊന്നും ഇല്ലല്ലോടാ മോനെ. ഭയങ്കര മഴയാട്ടോ വരുന്നേ. ഇനി ഞങ്ങൾ മഴയത്ത് തിരിച്ചു പോകുമ്പോൾ കൊടും കാട്ടിലായിരിക്കും. കാട്ടിൽ ഡാ കണ്ണാ, എടാ മൊത്തം വേലി കെട്ടിച്ചിരിക്കും. നിനക്കൊരു വളർച്ചയില്ലാത്ത എന്താ മോനെ? പോരുന്നോ എൻ്റെ കൂടെ? അന്ന് തുടങ്ങിയ നടത്തോ അവൻ. ഓഹോ, മൊത്തം വേലിയാണല്ലോ. നിന്നെ എന്തിനാടാ ഇങ്ങനെ വേലി കെട്ടി വെച്ചേക്കുന്നത്? ആ ചേട്ടൻ ഇങ്ങനെ അവിടെ കയറിയേ. അടുത്ത് പോയി എടുക്കാൻ പറ്റുന്നില്ല. ഇതാ കൊച്ചോയ്ക്ക കണ്ണൻ. അവൻ്റെ അമ്മയുടെ അടുത്തുനിന്ന് ഒറ്റപ്പെട്ടൊരു കുഴിയിൽ നിന്ന് കിട്ടിയവനെ. നമ്മുടെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നാ. വേണ്ടേ, മലപ്പുറംകാരൻ ഇവിടെ എത്തിയിട്ടുണ്ട്. അതെ, ലിജോ ചേട്ടാ, നമ്മുടെ ആള്. ഞങ്ങൾ നല്ല സൂപ്പർ ഒരു സംഭവം കണ്ടിട്ട് വരും കേട്ടോ. കാണേണ്ടതായിരുന്നു. ഞാനിവിടെ കൊമ്പന്തി ബിരിയാണിയാണത്. ഒരാനയിലൊന്ന് തൊടണമെന്നുള്ള എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. സമ്മതിക്കത്തില്ല. അറിയാതെ തൊട്ടാന്ന് പറഞ്ഞാലോ തൊട്ടിട്ട്. ആനയില്ലല്ലോ, എനിക്ക് പാപ്പാനെ ഒന്ന് തൊട്ടാലും മതി. ബിരിയാണിയേ, ആനയില്ലേലും പാപ്പാനെ ഒന്ന് തൊട്ടാൽ മതി എന്ന്. ആഹാ, കൊള്ളാലോ. അയ്യോ, ഞാനിപ്പോൾ കുഴി വീണ. നല്ല താളബോധമുണ്ട് കേട്ടോ. ഈവ 20 വയസ്സ്. ഈവ കുട്ടി. അയ്യ, നല്ല പേരൊക്കെയാണല്ലോ. അല്ല, കടത്തനാട് തങ്കയെന്നൊക്കെ പണ്ടായിരുന്നു ആനയുടെ പേര് പണ്ട്. ഈവ കുട്ടി, ഇവ മോളെ നമ്മുടെ ചാനൽ കാണുന്നെന്ന് തോന്നുന്നു. അതാ ഇത്ര സന്തോഷം. ഈവേ, അപ്പുറത്ത് അവിടെ കമ്പി മലയൊന്നുമില്ല. അതുവഴി വേണം ചാടി ഇറങ്ങി വരാം അല്ലേ? തിളച്ചോ? നമുക്കിതിനെല്ലാം കഴിച്ചു വിട്ടാലോ. വീട്ടിൽ ഇതിനെ ഒരെണ്ണത്തിനെ മേടിച്ച് കെട്ടണം. ഇതിൻ്റെ ഒരു കുറവുണ്ട് നമ്മുടെ വീട്ടിൽ. ഇതിൻ്റെ പേരെന്തുവാ? പ്രിയദർശിയോ? ചുമ്മാ അല്ല, കൊമ്പില്ലാത്ത. ഇനി മോളുടെ ഷോ തുടങ്ങിയേ. പ്രിയമോളെ, പ്രിയദർശിനിയേ. അയ്യോ, എന്ത് രസം എൻ്റെ ചെവി കാണാൻ. ജാക്കിയുടെ കൂട്ടാ, എടുത്ത് മടി വെച്ച് കൊഞ്ചിക്കാൻ പറ്റത്തില്ല. അതിൻ്റെ ആട്ടം ഇത് വരുന്നത് എനിക്ക് അതിനെ ഇഷ്ടപ്പെട്ടു. ഈവ കൊള്ളാം കണ്ടോ, എപ്പോൾ തുടങ്ങിയ ഡാൻസാ. ഈ ഒരു കുഞ്ഞി കൊമ്പ് അതാണ്. ഈവയുടെ കൊമ്പ് കണ്ടോണി, കൊച്ചു കൊമ്പ്. ഇതാരാ? കുട്ടിയുടെ പേരെന്താ? ആഹാ, നല്ല പേരാന്നല്ലോ, മീന. 31 വയസ്സ്. ആഹാ, ഞങ്ങൾക്കൊരു പ്രായമാ. എനിക്കിപ്പോൾ ഒരു പ്രായമാണ് കുട്ടി. നമുക്ക് ഒരേ പ്രായം, ഒരേ ചിന്താഗതിക്കാരുമാണ് നമ്മൾ. ഇതിൻ്റെ വാല് കണ്ടറിയാം. അപ്പോൾ വാലിൻ്റെ അറ്റം നോക്കിയാൽ വെള്ളയാ, മറ്റവരുടെ അങ്ങനെയല്ല. ഇതിൻ്റെ വാലിൻ്റെ നോക്കിയാൽ കുതിരയുടെ വാല് പോലെ. എൻ്റെ മുടിയുടെ അറ്റം ചെമ്പിച്ചല്ലേ, അതുപോലെ ഞങ്ങളൊരു പ്രായക്കാരൻ. എനിക്കിഷ്ടപ്പെട്ടു വെള്ള വാലുള്ള ആന. നമുക്കൊക്കെ 10-31 വയസ്സായി, നരച്ചു തുടങ്ങി വെച്ചേ. മിയോളെ, നീ ഏത് മാസമാ ജനിച്ചേന്ന് പറ. ആ മാസം അറിയാം ഞാനാണോ അവളാണോ ചേച്ചിന്ന്. നീ നവംബറിലാണോ ജനിച്ചത്? ഇവളുടെ ചെവിക്കും ഭംഗിയുണ്ട് കണ്ടോ, മറ്റുള്ളവരെക്കാട്ടി കുറച്ചും കൂടെ ഭംഗിയുള്ള ചെവിയാ. വെറൈറ്റി ആണല്ലോ നീ. നിന്നെ ഞാൻ സൂം ചെയ്യട്ടെ. സമപ്രായക്കാരായതുകൊണ്ട് കേട്ടോ, വേറൊന്നുമല്ല. ഓ, ഈ ഫോണിൻ്റെ ടച്ച് പോയി. നിനക്ക് പറ്റിയൊരു, അയ്യോ പൂവനാനെന്ന്, എന്താണ് കൊമ്പനാനെ ഉദ്ദേശിച്ച പൂവനായി പോയി. വേണ്ട, ഇവനെ മതി. ഇവൻ്റെ കൊമ്പ എനിക്ക് ഇഷ്ടപ്പെട്ടെ. സർക്കോ, ആഹാ, നല്ല താളബോധമുള്ള തലയാട്ടാണല്ലോ. അത് തന്നെ. കൃഷ്ണപ്പോ, ഓ ചെറിയ കുട്ടി, 9 വയസ്സേ ഉള്ളോ? 9 വയസ്സേ ഉള്ളല്ലോ. 31 വയസ്സുള്ള ചേച്ചിയെക്കാട്ടി പ്രായമുണ്ട് നിനക്ക്. ഈ തിരുവനന്തപുരത്തുനിന്ന് വന്നാടാ? ചേർക്കാ ചക്കരേ, നല്ല മഴ വരുന്നുണ്ട് കേട്ടോ. നമുക്കൊക്കെ സ്വസ്ഥമായിട്ട് നല്ല വലിയ വീട്, കാണാൻ വരാൻ ആള്, പിന്നെ പുല്ല്. എന്തിൻ്റെ ടെൻഷൻ?
നിന്റെ കൊമ്പ് കൊള്ളാം കേട്ടോ, സൂക്ഷിച്ചൊക്കെ കൊണ്ട് നടന്നു. ഇത്ര ഉള്ളോ അണ്ണാണി? ഇത്ര ഉള്ളോ? അയ്യോ എനിക്ക് തികഞ്ഞില്ല. ആന ഇത്ര ഉള്ളോ? അയ്യോ എനിക്ക് തികഞ്ഞില്ല, എനിക്ക് കുറച്ച് ആനയും കൂടെ വേണമായിരുന്നു. മിയോനെ ഇതിനകത്തൊക്കെ ആനയുണ്ട്. ഇതിനകത്തെ ആന ഇവിടെ തീറ്റ പുല്ല് തിന്നാൻ പോയിക്കോണോ? എന്തൊക്കെ പറഞ്ഞാലും 31 വയസ്സുള്ള ഇവള് തന്നെയാണ് സുന്ദരി. നിന്റെ വാലൊന്നും തുറന്ന് കാണിച്ചേ. എന്നെപ്പോലെ തന്നെയുണ്ട് ആനയെ കണ്ടിട്ട്. ഇങ്ങോട്ട് നോക്കിയേ. ശരിയാട്ടോ, സൂക്ഷിച്ച് നോക്കിയാൽ എൻ്റെ ഒരു മോച്ചായൊക്കെ ഉണ്ട്. കൊക്ക് പണ്ടേ കാട്ടിലൊക്കെ പോകുമ്പോൾ എല്ലാവരും പറയുമായിരുന്നു ആനപ്പിണ്ടത്തിൽ ചവിട്ടിയാൽ മുടി വളരുമെന്നേ. അറിയാതെ ചവിട്ടണമെന്ന് പറയും. നമ്മൾ ദൂരെ തന്നെ കണ്ടുവച്ചിട്ട് ഒന്നും അറിയാത്ത പോലെ ചവിട്ടുമായിരുന്നു തലമുടി വളരാൻ. ചവിട്ടിയത് മാത്രം വെച്ച്. നീലകണ്ഠൻ ഇതവിടെ നിന്ന് ചോച്ചിപ്പാപ്പം കഴിക്കുന്നു. നമ്മുടെ അടുത്ത ആള് ആന പിടിക്കാനോ? ആ കുട്ടി അവിടെ ഭയങ്കര എൻ്റർടൈൻമെൻ്റ് ആട്ടോ. വാ നല്ല മഴ വരുന്നുണ്ട്. ഞാൻ കറങ്ങി തിരിഞ്ഞ് നിൻ്റെ അടുത്ത് വന്നു. ഈവക്കുട്ടിയെ ജാക്കിയെ കൂടെ കൊണ്ടുവരണ്ടായിരുന്നു. ഈവക്കുട്ടി എൻ്റെ ഫോൺ പിടിച്ച് പഠിച്ചെടുക്കുവോ? ഈവേ നൈസ് ടു മീറ്റ് യു. കൈ ഒന്ന് നീട്ടിക്കേ. എന്നെ വല്ലതും എടുത്ത് എറിഞ്ഞ അറിയാലോ, ഞാൻ ടീച്ചറാ. അയ്യോ കമ്പെടുത്ത്, എനിക്ക് പേടിയാ. താത്തിട്ട് ട്രീ താഴെ കമ്പെടുത്ത് കേട്ടോ. എന്നെ എറിഞ്ഞാൻ തിരിച്ചറിയേ. ആ കമ്പ് ഇഷ്ടപ്പെട്ടില്ല, അടുത്ത കമ്പ് എടുക്കുകയാണേ. എൻ്റെ കൈ മാങ്ങ പറിക്കാൻ പോകത്തില്ല, ഞാൻ പറഞ്ഞേക്കാം. ഞാൻ ആദ്യം വരട്ടി വെച്ചേക്കുക. പിന്നെന്താ നമുക്ക് എടുക്കാലോ. പൊട്ടിയിട്ട് മോളെ നിങ്ങൾ. ആഹാ ചങ്ങല പൊട്ടിക്കുക. അലച്ചപ്പോൾ നിർത്തി. ഇത് ജാക്കിയുടെ കേട്ടോ, മൊത്തം കള്ളത്തരം അതിനെ. ഓ ഇതിനെ ഇട്ടിട്ട് വരാൻ തോന്നില്ലല്ലോ. നല്ല താള പോലെ. അയ്യടാ ഈ ധൈര്യം ഉണ്ട് സീതത്തോട്ടിലോട്ട് വന്നിട്ട് കാണിച്ചു തരാം. കല്യാണം ആലോചിച്ചാലോ. ഈ 20 വയസ്സ്. ഇവൻ കുഞ്ഞാ. ഇത് കൊച്ചുവയ്ക്ക് വന്നായിരുന്നു. നമ്മുടെ അവിടെ നിന്ന് കിട്ടിയ. നമ്മുടെ ഇവന്റെ വീഡിയോ കിടപ്പുണ്ട് ഈ ചെറുതിന്റെ. ഇതാണ് മരുത് എന്ന് പലരും പറയുന്ന മരുതി മരം. എന്നോട് പറഞ്ഞില്ലേ മരുതി അല്ലെന്ന്. എന്നെ കളിയാക്കിയില്ല ഞാൻ മരുതി എന്ന് പറഞ്ഞപ്പോൾ. വായിക്ക് കണ്ട മരുതി. നീ നാളെ മരുതി എന്ന് പറഞ്ഞപ്പോൾ എന്നെ കളിയാക്കി. ഓ ക്യാമറ ഇല്ലാണ്ട് ഒരു വഴിയില്ല കേട്ടോ. പഴയ ദിഷാണ്ടിനെ ഇല്ല, അതുപോലെ ഉണ്ട്. നല്ല ഇറങ്ങുന്നേ. അവിടെ എന്തുവാ അണ്ണാണി? അവിടെ എന്തോ അണ്ണാണി? കാട്ടി പോയി കയറി കമ്പയെ കൊണ്ട് ഉടുപ്പ് വന്ന് കയറി. ആയി നല്ല മഴയും കാറ്റും കേട്ടോ. നിങ്ങൾ മലപ്പുറം വരെ മിക്കവാറും പറന്നു പോവേ. ആ മ്യൂസിയം എവിടെ? മ്യൂസിയം എനിക്കൊക്കെ അവിടെ സാധനം മേടിക്കണം. അപ്പുറം ഒരു കടയുണ്ട്. കടയല്ല ഇത് തന്നെ, ജനശ്രീ അല്ല വനശ്രീ എന്തൊരു ശ്രീ. ഇവിടെ തന്നെ ഉണ്ടാക്കുന്ന സോപ്പും സാധനമൊക്കെ ഉണ്ട്. നമ്മുടെ ഒരാൾക്ക് കൊടുക്കാൻ കുറച്ച് സാധനം. നമ്മൾ അവിടെ നിന്ന് മിക്കപ്പോഴും സോപ്പ് മേടിക്കും. നല്ല മ്യൂസിയത്തിൽ നിന്നൊന്നും പൊക്കാൻ പറ്റത്തില്ല. എനിക്ക് കയറിക്കും, ഞങ്ങൾ കയറിക്കും. അല്ല ക്യാമറമാൻ പുറകെ വരുള്ളൂ. ഇവിടെ വന്ന് കുറഞ്ഞ ഒരു ആനക്കൊമ്പെങ്കിലും കൊണ്ടുപോണ്ടേ. ഇതാണോ മോനെ മ്യൂസിയം? ചതിയാ. ക്യാൻറ്റീനിൽ വന്നൊരു മ്യൂസിയം ആണ്. അണ്ണാണി ചെറിയൊരു ആനക്കൊമ്പ് തരാമെന്ന് ചോദിച്ചേ.
ചെറിയൊരു ആനക്കൊമ്പ് തരാമെന്ന്. കത്തിച്ചൊലിക്കും ഇത്. ചിറകൊക്കെ കണ്ടല്ലോ, ചെവിയൊക്കെ കണ്ട പറക്കാൻ റെഡിയായിട്ട് നിൽക്കുക. ചായ പറഞ്ഞോ? ചായ പറഞ്ഞു. അത് ക്യാമറാമാൻ്റെ വ്യക്തിപരമായ തീരുമാനമാണ്. അണ്ണാണി പറയുന്ന വീഡിയോ ഇടണ്ടെന്ന്. ശരിയായി, ബാക്കിയായിട്ട് ഈ ആനയെ തുടങ്ങട്ടെ. വീട് പണിയുമ്പോൾ വേണം ഇതുപോലൊരു സിറ്റ് ഔട്ട് പണി. എൻ്റെ കൊമ്പ ഓടറാ. ഭയങ്കര കളർഫുൾ ആണല്ലേ. അയ്യോ, ഒറിജിനൽ ആന തോറ്റുപോലോ. ആ പുറകിലത്തെ ആനക്കൂട്ടൻ എന്തൊരു ജീവൻ. ആനക്കൂട്ടം എന്ത് ഒറിജിനാലിറ്റി ഉണ്ടല്ലേ. ഈ ചിലപ്പകൾ ഭയങ്കര അലപ്പാണല്ലോ. ആഫ്രിക്കൻ എലിഫൻറ്റിൻ്റെയും ഏഷ്യൻ എലിഫൻറ്റിൻ്റെയും വ്യത്യാസം കണ്ടോ? ഏഷ്യാറ്റിക്കും ആഫ്രിക്കനുമാണ്. ഹ്യൂമൻ എലിഫൻറ്റ് കോൺഫ്ലിക്റ്റ്. UPSC പഠിക്കുന്നവർക്കൊക്കെ വായിച്ചു നോക്കാന്നല്ലേ. ഓ, ഇതെനിക്ക് ഇഷ്ടപ്പെട്ടാണ്. രസമല്ലേ? അഗസ്തികൂടം. അപ്പുറത്തെ റൂം കൂടെ ഉണ്ട്.
എനിക്ക് വരുന്നു. അത് വെച്ചോ ഇത് ചേച്ചി 3 എണ്ണം മാത്രം വെച്ചോ. ചായ ഉണ്ടോ ചേച്ചി? ഇതോ ഈ ചെടിയുടെ പേരെന്തോ? ഇതല്ലേ? ആ ഞാൻ കണ്ടുണ്ടല്ലോ.
കൊള്ളാം. താഴെ കൊച്ചു പിള്ളേരിരുന്ന് ഊഞ്ഞാലാടുന്നു. ഒന്ന് പോയി ചോദിച്ചു കക്കായിട്ട് വന്നു. എല്ലാം തിരക്കാ എല്ലാവരും. എന്താ എഴുതിയേക്കുന്നറിയാവോ? എക്കോ ടൂറിസം കോന്നി. ഒറ്റ ഫ്രെയിമിൽ കിട്ടത്തില്ലല്ലോ, മിക്കവാറും ക്യാമറാമാൻ കുടിച്ചാടും. കാണോ? ടീ ഇല്ലല്ലേ? ഇതേ ടൂറിസം ആണ്. എക്കോ ടൂറിസം കോന്നി. ചായ ഞാൻ പോട്ടെ, ഈ സൈഡിൽ നിന്ന് എടുത്തുതരാം. കണ്ട കണ്ട എക്കോ ടൂറിസം കോന്നി. നമ്മളിങ്ങനെ ഓരോ പടി മുന്നോട്ട് തന്നെ കയറണം. ആനക്കൊമ്പ് തന്നില്ലെന്ന് പറയല്ലോ ഇവിടെ വന്നിട്ട്. എന്നാണ് കത്തി വെച്ച് കൊല്ലുകയാണ്. ഇതിലെന്തോ വരാനിരുന്നാണ്. മലപ്പുറം കത്തിയെക്കാട്ടി വലിയ കത്തിയാണ് അണ്ണാണി. ഇവിടെ സ്വന്തമായിട്ട് ഇവരൊക്കെ തന്നെ ഉണ്ടാക്കുന്ന വനവിഭവങ്ങളുടെ ഒരു കടയാണ്. എന്തൊക്കെയാന്ന് പറഞ്ഞേ? ഇത് സോപ്പ് ഒന്ന് കാണിച്ചു. ഇത് കണ്ടോ? ഇതാണ് കേരള സാൻഡൽ. നല്ല സോപ്പാണ്. നമ്മൾ ഇവിടുത്തെ സോപ്പാണ് എപ്പോഴും മേടിക്കാറുള്ളത്, കേരള സാൻഡൽ. വേറെ എന്താ ഉള്ളത് ഇവിടെ? ലിബാം ഇല്ലേ ചേച്ചിയുടെ? ലിബാം ഉണ്ട് തന്നെ, അമ്മ പറഞ്ഞായിരുന്നു. ആ നല്ല വലിയ 3 സോപ്പ്. എങ്ങനത്തെ ഈ ഇരിക്കുന്നുണ്ട് സോപ്പുകൾ? ഇങ്ങനത്തെ 3 എണ്ണമാണ് ആ ബോക്സിൽ വരുന്നത്. ആന മേടിക്കുന്നുണ്ടോ? അച്ചാർ വേണോ? അച്ചാറൊക്കെ വേണോ? എടുത്തോ. ഇവിടെ എനിക്ക്, നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണ്ട എന്തെങ്കിലും ഉണ്ടേ പറഞ്ഞു. ഹണിയാണേ, തേൻ. കുരുമുളക് പൊടിയുണ്ട്. 3 എണ്ണം. എന്തൊക്കെയൊക്കെയോ ഇരിക്കുന്നുണ്ടോ? ആനയുടെയൊക്കെ വിലയാണ്. സോപ്പുകൾ ഇങ്ങനെ അടുക്കി വെച്ചിരിക്കുന്നത്. രക്തേന്ദ്ര പൊടി. രക്തേന്ദ്രത്തിന്റെ പൊടി വേണോ? വേണോ? കൊണ്ടുപോകാൻ വേണോ? രക്തേന്ദ്രം വേണോ? ചന്ദനക്കടത്താപ്പല്ലയോ? കുടംപൊടി. സന്ധിവേദനയ്ക്ക് 4 രൂപയോ? അല്ല 40 രൂപ. ഇതാണ് ലിബാം നമ്മൾ മേടിച്ചിട്ടുണ്ട്. പെയിൻ ബാം, ലിബാം. അതാണ് ഈ സന്ധിവേദനക്കുള്ളത്. അതാണ് കൊതുക് നിവാരണ. ഈ കൊതുക് നിവാരണ കുന്തിരിക്കൊണ്ട് ഫ്രൂട്ട് ക്രാക്ക് ബാം. കാല് പൊട്ടി കയറുന്നതിൻ്റെ ബാം ഒക്കെ ബാമുകളാണ്. ഇതെന്ത് സാധനം? കൂവപ്പൊടി. കുഞ്ഞിന് വേണ്ടേ? എന്ത് ചോദിച്ചാൽ വേണ്ടെന്ന് മാത്രമേ പറയത്തുള്ളൂ. എനിക്ക് ഈ ബോർഡിന്റെ ഫോട്ടോ എടുക്കുന്നതിന് ചോദിക്കണ്ടല്ലോ. ഇതൊക്കെ ഉണ്ട് ഇവിടെ കേട്ടോ. വില പട്ടിക. നമ്മൾ മേടിച്ചേട്ടോ. ഇത് ലിപ്പ് എവിടെ? ലിബാം. ആ ചേച്ചിയുടെ ലിപ്പ് കണ്ടില്ലേ? ലിബാമിൻ്റെ. ഇത് പിന്നെ കോംബോ പാക്കിൻ്റെ സോപ്പ് 3 എണ്ണം വീതമുണ്ട്. കേരള സാൻഡൽ. അത്യാവശ്യം ഭയങ്കര സുന്ദരിയാവുമെന്നാണ് പറഞ്ഞത്. എന്തൊക്കെയോ പറയാനുള്ള കോൺഫിഡൻസ് വന്നിട്ടുണ്ട്. അങ്ങനെയല്ല, എന്തായാലും തീരത്തോട് വരാൻ താല്പര്യമുള്ളവർ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വന്നത് മുതലാവും.
ഒരിക്കലും നിങ്ങൾക്ക് നിരാശപ്പെടേണ്ടി വരത്തില്ല. അപ്പം വരാൻ പറ്റുന്നവരൊക്കെ വരിക, അടിപൊളിയാണ്. ഓക്കെ. വന്നപ്പോൾ കോൺഫിഡൻസ് കുറവായിരുന്നു. ഇപ്പൊ കണ്ടോ നമ്മൾ സേത്തോട്ടിലെ കാറ്റടിച്ചതേ ഉള്ളൂ, കൂടി അല്ല വല്ലാണ്ട് കൂടിയെന്ന്. അപ്പൊ ശരിയേ, ഓക്കെ, ടാറ്റാ, പോട്ടെ, നമുക്കും പോയേക്കാം.